മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി. ഇന്ന് വൈകിട്ട് കുടുംബസമേതമാണ് ഗുരുവായൂർ ദർശനം നടത്തിയത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ.ബി. അരുൺകുമാറിനൊപ്പമായിരുന്നു ദർശനം. വീഡിയോ എടുത്ത പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ നിർബന്ധിച്ച് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ദേവസ്വം കാവൽക്കാരാണ് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത്. എം.എസ്. ലിഷോയ് വിവരങ്ങളുമായി. ലിഷോയ്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല, അത് അവരുടെ താല്പര്യമാണ്. പക്ഷേ ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് അങ്ങനെ ഒരു സ്വകാര്യതാ ലംഘനത്തിന്റെ പേരിലാണോ അതോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ? അതായത് ഏതു തരത്തിൽ ആണ് എന്നുള്ളത് കൃത്യമായി വ്യക്തമല്ല. കാരണം സ്വാഭാവികമായും നമ്മളിപ്പോൾ ഈ ഗുരുവായൂരിൽ ഒരുപാട് VIP-കൾ ദർശനത്തിനായി എത്താറുണ്ട്. ആ VIP-കൾ ദർശനത്തിന് എത്തുമ്പോൾ ദേവസ്വം തന്നെ നമുക്ക് ഈ ചില ആളുകൾ എത്തുന്നുണ്ട് എന്നുൾപ്പെടെയുള്ള ഏതെങ്കിലും VIP-കൾ എത്തുന്നുണ്ട് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകാറുമുണ്ട്. പക്ഷെ ഇക്കാര്യം എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനും കുടുംബവും ദർശനത്തിന് എത്തുന്നത് ദേവസ്വം അറിയിച്ചിരുന്നില്ല. മാത്രമല്ല അവിടെ മറ്റ് മാധ്യമപ്രവർത്തകരാരും തന്നെ പോയിരുന്നുമില്ല. പക്ഷെ ഒരു പ്രാദേശിക മാധ്യമപ്രവർത്തകൻ, അവിടുത്തെ ഗുരുവായൂരിലെ രാജു എന്ന് പറയുന്ന പ്രാദേശിക മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം അവിടെ ആ സമയത്തുണ്ടായിരുന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മകൻ എന്ന് പറയുമ്പോൾ അത് ഒരു ന്യൂസ് വാല്യൂ ഉള്ള ഒരു കാര്യമായതിനാൽ തന്നെ അദ്ദേഹം അത് വീഡിയോ പകർത്തുകയും ചെയ്തു. അങ്ങനെ പകർത്തിയ സമയത്താണ് ദേവസ്വം കാവൽക്കാരെത്തുകയും ഇയാളെ പിടിച്ചു തള്ളുകയും മാത്രമല്ല ഈ ദൃശ്യങ്ങൾ നിർബന്ധിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തത്. അതിനെതിരെ അദ്ദേഹം പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ അവിടെ ആ ഭാഗത്ത് മറ്റു ചിലരും സമാനമായ രീതിക്ക് വീഡിയോ എടുത്തിരുന്നു. അവരോടൊക്കെ തന്നെ ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചിത്രം അല്ലെങ്കിൽ വീഡിയോ പുറത്തു വരേണ്ട എന്നൊരു നിർബന്ധ ബുദ്ധി ഉള്ളത് എന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ മകൻ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏതെങ്കിലും തരത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് സ്വകാര്യതാ പ്രശ്നം ഉള്ളതായിരിക്കാം. പക്ഷേ സ്വാഭാവികമായും ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തിയ ആളുകളെ നിർബന്ധിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത് പ്രതിഷേധാർഹമാണ് എന്നുള്ളതാണ് നിലവിൽ അവിടുത്തെ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. എം.എസ്. ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കുടുംബത്തോടൊപ്പം അവിടെ ദർശനത്തിനെത്തി. പിന്നീട് പ്രാദേശിക മാധ്യമ പ്രവർത്തകരോട് ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ.